സാക്ഷാൽ അമേരിക്ക ആക്രമിച്ചിട്ടും കുലുങ്ങാത്ത ഇറാൻ. ആണവ കേന്ദ്രങ്ങൾ തകർത്തെന്ന് അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെടുമ്പോഴും ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന ഇറാൻ. അപ്പോൾ ഇറാന് കൊമ്പുണ്ട്, അല്ല കൊമ്പുകളുണ്ട്, മരച്ചില്ലകൾ പോലത്തെ കൊമ്പുകൾ. ഏതാണ് അല്ലെങ്കിൽ ആരാണ് ആ കൊമ്പുകൾ? പരസ്പരം ചങ്ക് ബ്രോകളായി നിൽക്കുന്ന ചൈനയും റഷ്യയുമാണ് ആ കൊമ്പുകളെന്ന് നിസ്സംശയം പറയാം. കൂട്ടത്തിൽ മറ്റൊരു സഹായിയായി ഉത്തര കൊറിയയും. എന്തുകൊണ്ട് ആണവ പദ്ധതിക്ക് ഇറാന് ഈ ത്രയത്തിൽ സഹായം വേണ്ടിവരുന്നു? അത് പറയാൻ കുറച്ചു വർഷങ്ങൾ പിന്നിലേക്ക് പോകണം. 10 വർഷം മുൻപ്, അതായത് 2015 അമേരിക്ക, റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ JCPOA എന്ന കരാറിൽ ഇറാൻ ഒപ്പുവെച്ചു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുക എന്നതായിരുന്നു ലക്ഷ്യം. ആണവ പരിപാടികൾ നിയന്ത്രിക്കുന്നതിന് പകരം ഇറാനുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ പിൻവലിക്കും എന്നായിരുന്നു കരാർ. ഓസ്ട്രേലിയയിലെ വിയന്നയിൽ ഒപ്പിട്ട കരാറിന് കഴിഞ്ഞ മാസം 18 വരെയായിരുന്നു കാലാവധി. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ പ്രസിഡന്റായപ്പോൾ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറി. അതോടെ ഇറാൻ വീണ്ടും ആണവ പദ്ധതി ആരംഭിച്ചു. ആണവ കരാറിലെ വ്യവസ്ഥകൾ ബാധകമല്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. 3.67% ശുദ്ധിയോടെ യുറേനിയം സമ്പുഷ്ടീകരിക്കാനാണ് കരാർ ഇറാനെ അനുവദിച്ചത്. കരാർ പൊളിഞ്ഞതോടെ 60% ശുദ്ധിയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സ്വായത്തമാക്കിയെന്നാണ് അന്താരാഷ്ട്ര ആണവ നിരീക്ഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. 90% ശുദ്ധിയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധം നിർമ്മിക്കാൻ വേണ്ടത് എന്നതാണ് ശ്രദ്ധേയം. ഇതിന് പിന്നാലെ ചൈനയുടെ സഹായത്തോടെ ആണവ മിസൈൽ പദ്ധതി ആരംഭിച്ചെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സമാധാന ആവശ്യങ്ങൾക്കാണ് ആണവ പദ്ധതി എന്ന് ആവർത്തിക്കുന്ന ഇറാൻ ആണവ മിസൈലിനായി ശ്രമിക്കുന്നു എന്നത് അമേരിക്കയുടെ മാത്രമല്ല, പാശ്ചാത്യ ലോകത്തിന്റെയാകെ ഉറക്കം കെടുത്തും. കാരണക്കാരൻ ട്രംപ് മാത്രമാണെങ്കിൽ പോലും സമാധാനം നഷ്ടമാകുന്നത് മറ്റുള്ളവരുടെ കൂടിയാണ്. ഇറാനിലെ യാഥാസ്ഥിതികരും മതപണ്ഡിതരും കരാറിനെ ആദ്യം മുതൽ തന്നെ എതിർത്തിരുന്നു. ഈ കരാർ തകർന്നത് അവർക്കും ആവേശമായി. ഇപ്പോൾ ചൈന മാത്രമല്ല, റഷ്യയും ഉത്തര കൊറിയയും ഇറാനെ സഹായിക്കാൻ വെമ്പൽ കൊള്ളുന്നു എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇറാന്റെയും അവരെ സഹായിക്കുന്നവരുടെയും ശത്രുക്കൾ ഒന്ന് തന്നെ, അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും. അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടക്കം മുതൽ ശക്തമായി അപലപിച്ച രാജ്യമാണ് ചൈന. ഇറാന്റെ എണ്ണ ഏറെക്കുറെ പൂർണ്ണമായും വാങ്ങുന്നത് ചൈനയാണ്. ഈ വർഷം ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും ആക്രമണം നടത്തിയിരുന്നു. ആണവായുധം വികസിപ്പിക്കാൻ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നു എന്നതായിരുന്നു അമേരിക്ക പറഞ്ഞത്. 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ നശിച്ചതോടെ അവ പുനരുജ്ജീവിപ്പിക്കാനാണ് ഇറാൻ സുഹൃദ് രാജ്യങ്ങളുടെ സഹായം തേടിയത്. 2 മാസം മുൻപ് മുതൽ ബോംബ് നിർമ്മാണത്തിലുള്ള സോഡിയം പെർക്ലോറേറ്റ് ഇറാൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുവെന്ന് നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 2000 ടൺ, അതായത് 20 ലക്ഷം കിലോഗ്രാം സോഡിയം പെർക്ലോറേറ്റ് ആണ് ഇറാൻ എത്തിച്ചത്. അതായത് 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ആവശ്യമായ വസ്തു. അമേരിക്കയും ഇസ്രയേലും ആണവ നിലയങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ആണവായുധ നീക്കം നടന്നിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ ചൈനയിൽ നിന്ന് 1000 ടൺ അഥവാ 10 ലക്ഷം കിലോഗ്രാം സോഡിയം പെർക്ലോറേറ്റ് ഇറാൻ ഇറക്കുമതി ചെയ്തിരുന്നു. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതു മുതൽ ലക്ഷ്യത്തിലേക്ക് വേഗമെത്താൻ ഇറാൻ കൊണ്ടിട്ട ശ്രമത്തിലാണ്. സർഫസ് ടു സർഫസ് അഥവാ കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളുടെ നിർമ്മാണം ഇറാൻ വർദ്ധിപ്പിച്ചു. ഇതിനായി ഇറാനും ചൈനയും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തി. ഇസ്രായേൽ ഇനി ആക്രമിച്ചാൽ തിരിച്ചടിക്കാനായി അത്യാധുനിക മിസൈലുകൾ നിർമ്മിച്ചതായി ഇറാൻ പരോക്ഷമായി സമ്മതിച്ചിട്ടുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന ചില മിസൈൽ പരീക്ഷണ റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഭൂമിക്കടിയിൽ പുനഃസ്ഥാപിച്ച് നവീകരിച്ച മിസൈൽ ശേഖരത്തിന്റെ വീഡിയോ ഇറാൻ തന്നെയാണ് പുറത്തുവിട്ടത്. ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചതോടെ അന്താരാഷ്ട്ര ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ നിർത്തി. അതിനാൽ ഇറാന്റെ കൈവശം എത്ര യുറേനിയം ഉണ്ടെന്നോ അവർ ആണവായുധം വികസിപ്പിച്ചോ എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇതിനിടയിലും ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അതിന് പക്ഷേ അസാധ്യമായ വ്യവസ്ഥകൾ അമേരിക്ക ഉപേക്ഷിക്കണം. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കില്ല. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലും വിട്ടുവീഴ്ചയില്ല. പന്ത് ഞങ്ങളുടെ കോർട്ടിലാണ് എന്ന് അരാഗ്ചി വിളിച്ചു പറയുന്നു. കാര്യങ്ങൾ ഇത്തരത്തിൽ ഉരുത്തിരിയുമ്പോൾ ഇറാൻ,
റഷ്യ, ചൈന, ഉത്തര കൊറിയ അച്ചുതണ്ട് രൂപപ്പെടുന്നുണ്ടോ എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. പൊതുശത്രുവായ അമേരിക്കയ്ക്കെതിരെ ഇവർ ഒന്നിച്ചാൽ അമേരിക്കയുടെ വ്യാപാരത്തെ തളർത്താൻ കഴിയും. വ്യാപാര പാതകൾ, ആഗോള നിയമങ്ങൾ തുടങ്ങിയവ നിയന്ത്രിക്കുക വഴി ലോകത്ത് അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയും. ഇന്ത്യ ഉൾപ്പെട്ട ബ്രിക്സ് തന്നെ ട്രംപിന്റെ സമാധാനം കെടുത്തുമ്പോൾ അതിലെ ചില രാജ്യങ്ങളും കൂടി ചേർന്ന് മറ്റൊരു കാർമേഘം രൂപപ്പെടുന്നത് അമേരിക്കയുടെ മേൽക്കോയ്മയ്ക്ക് വലിയ ഭീഷണിയാകും.